ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിൽ നമ്മൾ ഇതുവരെ ഇക്കണോമിക്സിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡിമാൻഡ് അനാലിസിസ് ആണ് നോക്കുന്നത്. അതായത് ഡിമാൻഡ് എന്താണ്, സപ്ലൈ എന്താണ്, ഇക്വിലിബ്രിയം എന്താണെന്നൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഡിമാൻഡിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡിമാൻഡ് എന്താണ്? ഡിമാൻഡ് ഇൻ ഇക്കണോമിക്സ് ഇസ് എ ഡിസയർ ഫോർ സംതിങ് പ്ലസ് ദ വില്ലിംഗ്നെസ് ആൻഡ് ദ എബിലിറ്റി ടു പേ എ സർട്ടൈൻ പ്രൈസ് ഇൻ ഓർഡർ ടു പൊസസ് ഇറ്റ്. More specifically, it is how much of goods people in the market will buy at a given price over a certain period of time. അപ്പോൾ ഡിമാൻഡ് എന്താണ്? ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറിന് ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി വാങ്ങാനുള്ള ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ ആ കമ്മോഡിറ്റി വാങ്ങാനുള്ള എബിലിറ്റി ഉണ്ട്, അതിന് പേ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഒരു സാധനം വാങ്ങാനുള്ള ഒരു കൺസ്യൂമറിന്റെ കഴിവിനെയാണ് ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിമാൻഡിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഡിമാൻഡ് ഫംഗ്ഷനെ നമുക്ക് മാത്തമാറ്റിക്കലി കാണിക്കുകയാണെങ്കിൽ QDX ഈക്വൽ ടു F(Px, Py, Y, T, Pn, E) അങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇതിൽ QDX എന്ന് ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി. എത്ര കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്തു എന്നതാണ് QDX എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്തിൻ്റെയൊക്കെ ഫംഗ്ഷൻ ആണെന്നാണ് കാണിക്കുന്നത്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്നത് എന്തിൻ്റെയൊക്കെ ഫംഗ്ഷനാണ്. PX എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. ആ ഏത് വസ്തുവാണോ നമ്മൾ കൺസ്യൂം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തന്നെ പ്രൈസ്. അതുപോലെ തന്നെ PY എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. പിന്നെ Y എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻകം ഓഫ് ദി കൺസ്യൂമർ. T എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. PN എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷൻ സൈസ്. E എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ ഓഫ് ദി കൺസ്യൂമർ. അപ്പോൾ ഇത്രയും സംഭവങ്ങളുടെ ഒരു ഫംഗ്ഷനാണ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ ഗുഡ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി എന്തിനെല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ആ കമ്മോഡിറ്റിയുടെ തന്നെ പ്രൈസിനെ, രണ്ടാമത്തത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സിൻ്റെ പ്രൈസിനെ. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഗുഡിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. ഇപ്പോൾ ടീക്ക് പകരം കോഫി ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെയുള്ള ഗുഡ്സാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗുഡ് ഒരേ ടൈമിൽ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഗുഡ്സാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ക്ലോക്ക് ആണെങ്കിൽ ബാറ്ററി വേണം, അതുപോലെയുള്ള ഗുഡ്സാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. ചില കൺസ്യൂമറിന് ചില ഗുഡ്സ് വാങ്ങാനായിരിക്കും ഇഷ്ടം, ചില കൺസ്യൂമറിന് വേറെ തരത്തിലുള്ള ഗുഡ്സ് ആയിരിക്കും ഇഷ്ടം. അങ്ങനെ പല പല ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആയിരിക്കുമല്ലോ ഓരോ കൺസ്യൂമേഴ്സിനും. അതെല്ലാം ഈ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ബാധിക്കും. അതുപോലെ പോപ്പുലേഷൻ സൈസ്, പിന്നെ ഭാവിയിൽ ഈ പ്രൊഡക്റ്റിന് പ്രൈസ് കൂടുകയോ കുറയോ അങ്ങനെയുള്ള കൺസ്യൂമറിന്റെ എക്സ്പെക്ടേഷൻസ്, ഇതെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻസ്. അതായത് ഡിമാൻഡ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു കമ്മോഡിറ്റി എത്ര വാങ്ങണം എന്നത് തീരുമാനിക്കുന്ന ആ ഘടകങ്ങളും ആ കമ്മോഡിറ്റി എത്ര വാങ്ങി എന്നതും തമ്മിലുള്ള ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പാണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടി ഞാൻ പറയാം. ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻസ്. ഒരു കമ്മോഡിറ്റി വാങ്ങാനുള്ള ഒരു ഡിമാൻഡും ആ ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യണ ഘടകങ്ങളും തമ്മിലുള്ള ഒരു ഫംഗ്ഷനെയാണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഏതൊക്കെ ഘടകങ്ങളാണ് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യണേന്ന് നോക്കാം. അതായത് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ഈ ഫങ്ഷണൽ റിലേഷൻഷിപ്പിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, അതുപോലെ തന്നെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, പോപ്പുലേഷൻ സൈസ്, ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ ഓഫ് ദി കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫംഗ്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്നും കൂടി എടുത്ത് നോക്കാം. അതിൽ ഫസ്റ്റത്തെ ഒരു കാര്യം കമ്മോഡിറ്റീസ് ഓൺ പ്രൈസ്. അപ്പോൾ ഏത് ഗുഡാണോ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ തന്നെ പ്രൈസ് അതിൻ്റെ ഡിമാൻഡിൻ്റെ ഒരു ഡിറ്റർമിനൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ദി റിലേറ്റഡ് കമ്മോഡിറ്റീസ് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സബ്സ്റ്റിറ്റ്യൂട്ടും ഉണ്ട്, കോംപ്ലിമെൻ്ററി ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്, കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒരുമിച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ കമ്മോഡിറ്റിയുടെ പ്രൈസ് തന്നെ ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുമ്പോൾ നമുക്ക് ഡിമാൻഡ് കുറവായിരിക്കും. അതുപോലെ തന്നെ പ്രൈസ് കുറയുമ്പോൾ നമുക്ക് കൂടുതൽ അത് പർച്ചേസ് ചെയ്യാം, അപ്പോൾ ഡിമാൻഡ് കൂടും. എന്നാൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ് എങ്ങനെയാണ് ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെ ബാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചായയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചായയുടെ പ്രൈസ് കൂടുതലാണ്, അതിന് വെച്ച് നോക്കുമ്പോൾ കോഫിയുടെ പ്രൈസ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചായക്ക് പകരം കോഫി ഉപയോഗിക്കും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾക്ക് പ്രൈസ് കുറവാണെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട്
കാശ് കൂടിയ പ്രൊഡക്റ്റ് ഉപേക്ഷിക്കും. അതുപോലെ കോംപ്ലിമെൻ്ററി ഗുഡ്സ്, അതായത് രണ്ട് പ്രൊഡക്റ്റ് ഒരുമിച്ച് യൂസ് ചെയ്യണ ഗുഡ്സ് ആണ്, അതായത് ക്ലോക്ക്, ബാറ്ററി. അതുപോലെ അപ്പോൾ ക്ലോക്ക് വാങ്ങിച്ചിട്ട് ബാറ്ററി നമ്മൾ എന്തായാലും വാങ്ങാതിരിക്കില്ല, പ്രൈസ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ബാറ്ററി വാങ്ങാണ്ടിരിക്കില്ല. അപ്പോൾ അത് രണ്ടിൻ്റെയും, ക്ലോക്കിന് ഡിമാൻഡ് കൂടുന്നുണ്ടോ അപ്പോൾ ബാറ്ററിക്കും എന്തായാലും ഡിമാൻഡ് കൂടും. അങ്ങനെയാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ് ഒരു ഗുഡിൻ്റെ ഡിമാൻഡിനെ ബാധിക്കുന്നത്. അതുപോലെ ഇൻകം ഓഫ് ദി കൺസ്യൂമറിന് ഇൻകം കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ പർച്ചേസിങ് പവറും കൂടുതലായിരിക്കും. അപ്പോൾ സാധനങ്ങൾ വാങ്ങാനുള്ള അവരുടെ കയ്യിലുള്ള റിയൽ ഇൻകം കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു സാധനം വാങ്ങാനുള്ള ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുക. ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കുറയും ഓട്ടോമാറ്റിക്കലി. അടുത്തത് സൈസ് ഓഫ് പോപ്പുലേഷൻ. നെക്സ്റ്റ് വരുന്നത് പ്രൈസ് എക്സ്പെക്റ്റേഷൻസ്. കൺസ്യൂമറിൻ്റെ പ്രൈസ് എക്സ്പെക്റ്റേഷൻ എന്താണോ അതിനനുസരിച്ച് ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. അടുത്തത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമറിൻ്റെ ടേസ്റ്റും പ്രിഫറൻസും അനുസരിച്ച് ഡിമാൻഡിൽ ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ വെതർ കണ്ടീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് നല്ല തണുപ്പുള്ള കാലമാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ചൂടുള്ള ഐറ്റംസ് കഴിക്കാനായിരിക്കും ഇഷ്ടം. ഇപ്പോൾ ടീ അല്ലെങ്കിൽ കോഫി അങ്ങനെ കുടിക്കാനായിരിക്കും ഇഷ്ടം. എന്നാൽ നല്ല ഹോട്ടായിട്ടുള്ള സീസൺ ആണെങ്കിൽ നമ്മൾ ഐസ്ക്രീം, അങ്ങനെ കൂൾ ഡ്രിങ്ക്സ്, അങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും. അതിനനുസരിച്ച് കൺസ്യൂമറിൻ്റെ ഡിമാൻഡിൽ ചേഞ്ചസ് ഉണ്ടാവും, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അഡ്വർടൈസ്മെൻറ്റ് നോക്കിയിട്ട് കൺസ്യൂമറിൻ്റെ ഡിമാൻഡ് കൂടുകയും കുറയുകയും ചെയ്യാം ഓരോ അഡ്വർടൈസ്മെൻറ്റ് അനുസരിച്ച്. അതുപോലെ സോഷ്യോ ഇക്കണോമിക് ഫാക്ടേഴ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ, ഏജ് ആൻഡ് ഓക്യുപ്പേഷൻ എക്സെട്ര, ഇതെല്ലാം ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് വെറുതെ മനസ്സിലാക്കി വെച്ചാൽ മതി എന്തൊക്കെ കാര്യങ്ങളാണ് ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന്. സാധനത്തിൻ്റെ പ്രൈസ് തന്നെ, പിന്നെ റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസ്, അതുപോലെ ഇൻകം ഓഫ് ദി കൺസ്യൂമർ, സൈസ് ഓഫ് ദി പോപ്പുലേഷൻ, പ്രൈസ് എക്സ്പെക്ടേഷൻസ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ, വെദർ, അഡ്വർടൈസ്മെൻറ്റ്, സോഷ്യോ ഇക്കണോമിക് ഫാക്ടേഴ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ, ഏജ് ആൻഡ് ഓക്യുപ്പേഷൻ എക്സെട്ര. ഇനി നമുക്ക് ഡിമാൻഡിനൊരു ലോ ഉണ്ട്, അതെന്താന്ന് നോക്കാം. ലോ ഓഫ് ഡിമാൻഡ് എന്താന്ന് നോക്കാം. ദ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റന്റ് there is an inverse relationship between price of a commodity and its demand. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അങ്ങനെയുള്ള ബാക്കി ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് ആ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിനെ മാത്രം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച് എങ്ങനെയാണ് ഡിമാൻഡിനെ ബാധിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, അതുപോലെ തന്നെ പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഡിമാൻഡും പ്രൈസും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്, ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്, ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക എന്നാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. ഒരു സാധനത്തിന്റെ വില കൂടുന്തോറും അതിന് ഡിമാൻഡ് കുറയും, അതുപോലെ തന്നെ വില കുറയും തോറും ഡിമാൻഡ് കൂടും. ഒരു സാധനം പൈസ കുറവാണെങ്കിൽ കൂടുതൽ വാങ്ങാനുള്ള ഒരു പ്രേരണ കൺസ്യൂമറിന് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ പ്രൈസ് കൂടുതലാണെങ്കിൽ ആ സാധനം നമ്മൾ കുറച്ചേ വാങ്ങും. അത് തന്നെയാണ് ഈ ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. അതാണ് ഇവിടെ വീണ്ടും പറഞ്ഞിട്ടുള്ളത്. ദ ലോവർ ദ പ്രൈസ് ദ ഗ്രേറ്റർ വിൽ ബി ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ദ ഹയർ ദ പ്രൈസ് ദ സ്മോളർ വിൽ ബി ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഈ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ്, ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ് ഡിമാൻഡ് കർവിന് നെഗറ്റീവ് സ്ലോപ്പ് ഉണ്ടാവാൻ കാരണം. അപ്പോൾ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, അതുപോലെ തന്നെ നെഗറ്റീവ് സ്ലോപ്പാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഡിമാൻഡ് കർവ് എന്താണെന്ന് നോക്കാം. ഇതാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, മുകളിൽ നിന്ന് താഴേക്ക് സ്ലോപ്പ് വരുന്ന പോലത്തെ ഒരു കർവാണ്. അതെന്തുകൊണ്ടാണ്? ഇതിൻ്റെ വൈ ആക്സിസിൽ പ്രൈസും എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. പ്രൈസ് കുറയുന്നതിനനുസരിച്ചാണ് ഡിമാൻഡ് കൂടുക, പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറവായിരിക്കും. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെഗറ്റീവ് സ്ലോപ്പ് കാണിക്കുന്നത് ഡിമാൻഡ് കർവിന്. അതുകൊണ്ട് തന്നെയാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കുന്നത്. നോർമൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എപ്പോഴും കോൺവെക്സ് ടു ദി ഒറിജിൻ ആയിരിക്കും, അതുപോലെ തന്നെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ടു ദ റൈറ്റ് ആയിരിക്കും. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഡിമാൻഡ് ഷെഡ്യൂൾ എന്താണ്? ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്രൈസസിൽ എത്ര സാധനങ്ങൾ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ടാബുലർ ഫോമിലുള്ള ഒരു ഫോർമാറ്റിനെയാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് എ ലിസ്റ്റ് ഓഫ് പ്രൈസസ് ആൻഡ് ക്വാണ്ടിറ്റീസ്. വ്യത്യസ്തമായിട്ടുള്ള പ്രൈസുകളിൽ എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ലിസ്റ്റാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആൽഫ്രഡ് മാർഷലാണ്. രണ്ട് ടൈപ്പ് ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂളും രണ്ടാമത് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളും. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിൽ പല പല ഇൻഡിവിജ്വൽസിൻ്റെ ചേർന്നിട്ടുള്ള ഒരു ഡിമാൻഡ് ഷെഡ്യൂളാണ് കാണിക്കുക. അതായത് ഓരോ വ്യത്യസ്തരായിട്ടുള്ള ഇൻഡിവിജ്വൽസ് എത്ര സാധനങ്ങൾ പല പല പ്രൈസിൽ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് മൊത്തത്തിൽ കാണിക്കുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഓരോ കൺസ്യൂമറിൻ്റെയും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്.
അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ റെപ്രസെൻറ്റ്സ് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി ഡിമാൻഡഡ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്. ഡിഫറെൻറ്റ് പ്രൈസസിൽ ഇൻഡിവിജ്വൽ എത്ര കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ റെപ്രസെൻറ്റ് സം ടോട്ടൽ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് അറ്റ് ഡിഫറെൻറ്റ് മാർക്കറ്റ് പ്രൈസസ്. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റി പല പല പ്രൈസിൽ എത്രയൊക്കെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ടേബിളിൻ്റെ ഫോർമാറ്റിൽ കാണിക്കുന്നതിനെയാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അത് 2 ടൈപ്പ് ഉണ്ട്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ട്, മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ട്. അതിൽ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൺസ്യൂമറിനെ മാത്രം കാണിക്കുന്നതിനാണ്. എന്നാൽ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിലുള്ള ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സിൻ്റെ ചേർന്നിട്ട് ഒരുമിച്ച് കാണിക്കുന്നതിനാണ്. അതുപോലെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആൽഫ്രഡ് മാർഷലാണ്. ഈ ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഡിമാൻഡ് കർവ് എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. നെഗറ്റീവ് സ്ലോപ്പാണ് അതിനുണ്ടാകുക. കോൺവെക്സ് ടു ദി ഒറിജിൻ ആയിരിക്കും. ഇതിൻ്റെ റീസൺ എന്താണ്? പ്രൈസ് കുറയും തോറും ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കൂടും, പ്രൈസ് കൂടുന്തോറും ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കുറയും. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കുന്നത് എന്നതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ റീസൺ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി കാരണമാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കുന്നത്, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിൻ്റെ കാരണം. ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആരാണ് ഫോർമുലേറ്റ് ചെയ്തത്? അത് ആൽഫ്രഡ് മാർഷലാണ്. എന്താണ് ഈ ലോ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം കൺസംഷൻ ഡിക്ലൈൻസ് ആസ് നമ്പർ ഓഫ് യൂണിറ്റ് കൺസ്യൂംഡ് റൈസസ്. അതായത് നമ്മൾ ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി അല്ല അടുത്തൊരു യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നവരും അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി കൊണ്ട് ആൽഫ്രഡ് മാർഷൽ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു ദാഹത്തിൽ വന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി ആയിരിക്കില്ല രണ്ടാമത്തെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്നത്. അതുപോലെ മൂന്നാമത്തെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ആദ്യം കുടിച്ച ഗ്ലാസ്സിൽ നിന്നും രണ്ടാമത് കുടിച്ച ഗ്ലാസ്സിൽ നിന്നും കിട്ടുന്ന യൂട്ടിലിറ്റി ആയിരിക്കില്ല. മൂന്നാമത്തെ ഗ്ലാസ് എത്തുമ്പോഴേക്കും ഫസ്റ്റ് കുടിച്ച ഗ്ലാസ്സിൽ നിന്ന് കിട്ടിയ യൂട്ടിലിറ്റി അതേ അളവിൽ കിട്ടില്ല, അത് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. A consumer consumes successive units of a commodity. The marginal utility he derives from each additional unit keep declining. So a consumer will be willing to pay less for each additional unit. Therefore, consumer will demand more at lower prices. അതായത് ഓരോ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ കൺസ്യൂമർ കൂടുതൽ പൈസ കൊടുത്തുകൊണ്ട് ഓരോ അഡീഷണൽ യൂണിറ്റ് വാങ്ങാൻ തയ്യാറാകില്ല. അതിൻ്റെ പ്രൈസ് അത്രത്തോളം ഡിക്ലൈൻ ചെയ്താൽ മാത്രമേ പിന്നെ കൺസ്യൂമർ ആ പ്രൊഡക്റ്റ് വാങ്ങുകയുള്ളൂ. അതുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ റീസൺ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അടുത്തൊരു റീസൺ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സാധനത്തിന് വില കൂടുകയാണ്. അപ്പോൾ ആ സാധനത്തിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അത് ഈ പ്രൊഡക്റ്റിനേക്കാളും ചീപ്പർ ആണെങ്കിൽ കൺസ്യൂമർ ഇതിൻ്റെ വില കൂടുമ്പോൾ ആ പ്രൊഡക്റ്റിനെ ഈ പ്രൊഡക്റ്റ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുക. അതിന് പകരം ഇത് ഉപയോഗിക്കും. അങ്ങനെ വരുമ്പോൾ ഹയർ പ്രൈസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. ലോവർ പ്രൈസ് ആകുമ്പോൾ മാത്രമേ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുള്ളൂ. ഇതിൻ്റെ പ്രൈസ് കുറഞ്ഞാൽ മാത്രമേ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട് കൺസ്യൂമർ പിന്നെ ഇത് വാങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴും എന്താണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് വരും. അങ്ങനെ വരുമ്പോൾ ഡിമാൻഡ് കർവ് വീണ്ടും ഡൗൺവേർഡ് സ്ലോപ്പ് ചെയ്യാൻ കാരണമാവും. അപ്പോൾ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കൊണ്ട് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് price of the good rises, other things remaining constant, a consumer starts substituting that commodity with other available substitutes. So more of good is demanded at lower prices. അടുത്തത് ഇൻകം ഇഫക്റ്റ് ആണ്. ഇൻകം ഇഫക്റ്റ് എങ്ങനെയാണ് ഈ ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പിനെ ബാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഗോസ് ഡൗൺ, ദ റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഗോസ് അപ്പ്. Now he can have more goods with the same nominal income as available earlier. A fall in the price of a commodity leads to an increase in the purchasing power of the consumer. So the consumer will demand more of the commodity. അതായത് ഇൻകം ഇഫക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനത്തിൻ്റെ പ്രൈസ് കുറയുന്നത് മൂലം കൺസ്യൂമറിൻ്റെ റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം 500 രൂപയാണെന്ന് വിചാരിക്കുക. അതിൽ 250 രൂപയ്ക്ക് അദ്ദേഹം 5 കിലോ ഓറഞ്ച് വാങ്ങിയായിരുന്നു. പെട്ടെന്ന് ഓറഞ്ചിൻ്റെ പ്രൈസ് കുറഞ്ഞു. ഓറഞ്ചിൻ്റെ പ്രൈസ് നേരെ പകുതിയായിട്ട് കുറയാണ് ചെയ്തത്.
അപ്പോൾ ആൾ 5 കിലോ വാങ്ങിയ സ്ഥാനത്ത് ഇപ്പോൾ 10 കിലോ ഓറഞ്ച് വാങ്ങാൻ പറ്റുന്നുണ്ട്, സെയിം 250 രൂപയ്ക്ക് തന്നെ. അങ്ങനെ ആവുമ്പോൾ കൺസ്യൂമറിന്റെ ഇൻകം ഇൻക്രീസ് ചെയ്തിട്ടില്ല, ഇൻകം അപ്പോഴും 500 ആയിട്ട് തന്നെ നിൽക്കുന്നത്. സെയിം 250 രൂപ തന്നെയാണ് കൺസ്യൂമർ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. പക്ഷെ സാധനത്തിന്റെ വില കുറഞ്ഞുകൊണ്ട് 5 കിലോ വാങ്ങുന്നതിന് കൺസ്യൂമറിന് 10 കിലോ വാങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ആവുമ്പോൾ റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസ് ചെയ്യാണ്. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറഞ്ഞുകൊണ്ട് റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെ പർച്ചേസിംഗ് പവർ കൂടുകയാണ്. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുതൽ കിട്ടുകയാണ്. അതാണ് ഇൻകം ഇഫക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇൻകം ഇഫക്റ്റും ഡിമാൻഡ് കർവിന്റെ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിന് കാരണമാണ് എന്നാണ് പറയുന്നത്. അടുത്തത് മാർക്കറ്റ് സൈസ് ആണ്. മാർക്കറ്റ് സൈസ് എങ്ങനെയാണ് ഡിമാൻഡ് കർവിന്റെ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിനെ ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് സൈസ് മീൻസ് ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ്. മാർക്കറ്റ് സൈസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ആണ്. വെൻ പ്രൈസസ് ഇൻ ജനറൽ ഗോസ് ഡൗൺ ദെൻ ദർ ആർ സം ന്യൂ കൺസ്യൂമേഴ്സ് ഹു ഡിമാൻഡ് ഗുഡ്സ് because earlier at higher prices they were unable to demand those goods and services because of limited income. So due to new consumer demand goes up at lower prices. അതായത് പണ്ട് കുറച്ച് കൺസ്യൂമേഴ്സ് ആണ് ഒരു പ്രൊഡക്റ്റിന് ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. അവർക്ക് ബാക്കിയുള്ള കൺസ്യൂമേഴ്സിന് അവരുടെ ഇൻകം കുറവായതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ സാധനത്തിന്റെ പ്രൈസ് കുറഞ്ഞത് മൂലം ആ കൺസ്യൂമേഴ്സിനും ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻക്രീസ് ചെയ്യാണ്. പണ്ട് 5 പേരാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ആ സാധനത്തിന്റെ പ്രൈസ് നേരെ ഡിക്ലൈൻ ചെയ്യുക. കുറഞ്ഞു കഴിയുമ്പോൾ വേറെ ഒരു 5 കൺസ്യൂമേഴ്സിനും കൂടി ഇത് വാങ്ങാൻ പറ്റുകയാണ്. പണ്ട് അവർക്ക് ഇൻകം കുറവായിട്ട് വാങ്ങാൻ പറ്റിയിരുന്നില്ല, പക്ഷെ ഇപ്പോൾ പ്രൈസ് കുറഞ്ഞപ്പോൾ അവർക്കത് വാങ്ങാൻ പറ്റുകയാണ്. അപ്പോൾ കൺസ്യൂമേഴ്സിന്റെ എണ്ണം 10 മാറുകയാണ്. പണ്ട് 5 ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 10 മാറുകയാണ്. അതിനെയാണ് മാർക്കറ്റ് സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മാർക്കറ്റ് സൈസും ഡിമാൻഡ് കർവിന്റെ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിന് കാരണമാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ലോ ഓഫ് ഡിമാൻഡിന്റെ കുറച്ച് എക്സെപ്ഷണൽ കേസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് നമുക്കറിയാം. ഡിമാൻഡിനെ ബാധിക്കുന്ന ബാക്കി എല്ലാ ഘടകങ്ങളെയും കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് പ്രൈസ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സാധനത്തിന്റെ പ്രൈസ് എങ്ങനെയാണ് ഡിമാൻഡിനെ ബാധിക്കുന്നത് എന്നാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. അത് എപ്പോഴും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്, നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സാധനത്തിന്റെ പ്രൈസ് കൂടുമ്പോൾ ആ സാധനത്തിന്റെ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും എന്നാണ് പറയുന്നത്. ഇങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് എക്സെപ്ഷണൽ കേസസിൽ നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഗിഫൺ ഗുഡ് ആണ്. ഗിഫൺ ഗുഡിന്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത് സർ റോബർട്ട് ഗിഫൺ ആണ്. ഗിഫൺ ഗുഡ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഗുഡ് വിച്ച് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസസ് ആസ് ഇറ്റ് പ്രൈസ് ഇൻക്രീസസ് ആൻഡ് ഫോൾസ് ആസ് ഇറ്റ് പ്രൈസ് ഫോൾസ്. ഇൻ കേസ് ഓഫ് ഗിഫൺ ഗുഡ് ദ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. അതായത് ഗിഫൺ ഗുഡ് എന്ന് പറയുന്നത് സാധാരണ ഗുഡിന്റെ കേസിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. എന്നാൽ ഗിഫൺ ഗുഡിന്റെ കേസിലാണെങ്കിൽ ഒരു സാധനത്തിന്റെ വില കൂടുമ്പോൾ ആ സാധനം കൂടുതൽ വാങ്ങും, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. എന്നാൽ ആ സാധനത്തിന്റെ വില കുറയുമ്പോൾ ആ സാധനം കുറച്ചേ വാങ്ങുള്ളൂ, അതിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് നേരെ കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഗിഫൺ ഗുഡിന്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. നോർമൽ ഗുഡിന്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരുന്നു. അതെന്തുകൊണ്ടാണ്? പ്രൈസ് കുറയും തോറും ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി വരാം, പ്രൈസ് കൂടുന്തോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. എന്നാൽ ഗിഫൺ ഗുഡിന്റെ കേസിലാണെങ്കിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്. പ്രൈസ് കൂടുന്തോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടിയാണ് വരുന്നത്, പ്രൈസ് കുറയും തോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത് വെബ്ലൻ ഗുഡ് ആണ്. ഡോക്ട്രൈൻ ഓഫ് കോൺസ്പിക്യസ് കൺസെപ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് വെബ്ലൻ ഗുഡ് എന്ന് പറയുന്നത്. വെബ്ലൻ ഗുഡ് ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? തോസ്റ്റൈൻ വെബ്ലൻ ആണ്. സം കൺസ്യൂമേഴ്സ് മെഷേഴ്സ് യൂട്ടിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി എൻറ്റയർലി ബൈ ഇറ്റ്സ് പ്രൈസ്. ഫോർ ദം ദ ഗ്രേറ്റർ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ദ ഗ്രേറ്റർ ഇറ്റ്സ് യൂട്ടിലിറ്റി. അതായത് ഈ വെബ്ലൻ ഗുഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കൺസ്യൂമേഴ്സിന് ആ പ്രൊഡക്റ്റിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ പ്രൈസിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. പ്രൈസ് കൂടുതലായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും അവർക്ക് കൂടുതൽ യൂട്ടിലിറ്റി കൊടുക്കുക. ഒരു സാധനത്തിന്റെ പ്രൈസ് കൂടുന്തോറായിരിക്കും അവർ ആ സാധനം കൂടുതൽ വാങ്ങുക, പ്രൈസ് കുറയും തോറും ആ സാധനം കുറച്ചേ വാങ്ങുള്ളൂ. ഫോർ എക്സാമ്പിൾ ഡയമണ്ട് ആണ്. അതായത് ഡയമണ്ടിന്റെ പ്രൈസ് കൂടിയിരിക്കുമ്പോഴാണ് ആൾക്കാരത് പർച്ചേസ് ചെയ്യുക. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, കാരണം അതൊരു സ്റ്റാറ്റസിന്റെ പ്രോബ്ലം ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. വളരെ വില കുറഞ്ഞ സാധനമാണ് ഡയമണ്ട് എന്നുണ്ടെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അത് വാങ്ങില്ല, മറ്റുള്ളവരെ കാണിക്കുക, ഒരു പ്രസ്റ്റീജിന്റെ ഫോമായിട്ട് അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡയമണ്ടിനെ ആൾക്കാർ കാണുന്നത്. അതുകൊണ്ട് പ്രൈസ് കൂടുതലാണോ എന്നാൽ മാത്രമാണ് ആ കമ്മോഡിറ്റി കൂടുതൽ വാങ്ങുള്ളൂ. അതാണ് വെബ്ലൻ ഗുഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
Such a commodities reflect the desire of some people to impress others with their ability to consume high priced goods. അതായത് ഇങ്ങനത്തെ ഗുഡ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് ഈ ഗുഡൊക്കെ വാങ്ങാൻ കഴിയുമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നത്. അതിനെയാണ് വെബ്ലൻ ഗുഡ് എന്ന് പറയുന്നത്. ഇതും ലോ ഓഫ് ഡിമാൻഡിന്റെ ഒരു എക്സംഷൻ ആണ്. കാരണം ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വരണം. പ്രൈസ് കുറയും തോറും ഡിമാൻഡ് കൂടണം, പ്രൈസ് കൂടുന്തോറും ഡിമാൻഡ് കുറയണം. എന്നാൽ വെബ്ലൻ ഗുഡിന്റെ കേസിൽ പ്രൈസ് കൂടുന്തോറും ആണ് ഡിമാൻഡ് കൂടുക, പ്രൈസ് കുറയുന്തോറും ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിനും ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, അതുപോലെ പോസിറ്റീവ്ലി സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആയിരിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രൈസ് എക്സ്പെക്ടേഷൻസ് ആണ്. പ്രൈസ് എക്സ്പെക്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനത്തിന്റെ വില കൂടിയിരിക്കുന്ന സമയത്ത് കൺസ്യൂമർ വീണ്ടും ആ സാധനം പർച്ചേസ് ചെയ്യാണ്. ഫ്യൂച്ചറിൽ ഇനി ഇതിന്റെ വില കൂടാം, അങ്ങനെ കൂടുമ്പോൾ നമുക്ക് കാര്യം ഉണ്ടാവും എന്നുള്ള രീതിയിൽ അതിനെ പർച്ചേസ് ചെയ്ത് കൂട്ടുകയാണ്. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി നമുക്കതിന്റെ ഡിമാൻഡ് കൂടുന്തോറും വീണ്ടും അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അതിനെയാണ് ഫ്യൂച്ചർ പ്രൈസ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ഗോൾഡൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. അടുത്തത് എമർജൻസീസ് ആണ്. എമർജൻസീസിന്റെ കേസിലും ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ അല്ല. കാരണം വാറോ നാച്ചുറൽ ഡിസാസ്റ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ ബേസിക് ആയിട്ടുള്ള കമ്മോഡിറ്റീസിന് ഹയർ പ്രൈസ് ആണെങ്കിൽ പോലും ആൾക്കാർ അത് പർച്ചേസ് ചെയ്യും. കാരണം അവർക്ക് അത് എന്തായാലും ആവശ്യമാണ്. അതിന്റെ സപ്ലൈ ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ പ്രൈസ് കൂടുതലായിരിക്കും, എന്നാൽ പോലും ആൾക്കാർ അത് പർച്ചേസ് ചെയ്യും. അപ്പോൾ എമർജൻസീസിന്റെ കേസിലും ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ അല്ല. അപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോ ഓഫ് ഡിമാൻഡിന് ആപ്ലിക്കബിൾ അല്ലാത്തത് ഒന്ന് ഗിഫൺ ഗുഡ്, രണ്ടാമത്തത് വെബ്ലൻ ഗുഡ്, മൂന്നാമത്തത് ഫ്യൂച്ചർ പ്രൈസ് എക്സ്പെക്ടേഷൻസ്, നാലാമത്തത് എമർജൻസീസ്. അതിനകത്ത് ഗിഫൺ ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് കൂടുന്തോറും നമ്മൾ പർച്ചേസ് ചെയ്യും, പ്രൈസ് കുറയും തോറും കുറവ് പർച്ചേസ് ചെയ്യും. അതാണ് ഗിഫൺ ഗുഡ്. അത് റോബർട്ട് ഗിഫൺ ആണ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതിന്റെ അപ്വേർഡ് സ്ലോപ്പിംഗ് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ഡിമാൻഡ് കർവ് ആയിരിക്കും ഉണ്ടാവുക. വെബ്ലൻ ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് കൂടുമ്പോൾ നമുക്ക് ആ വാങ്ങാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് വെബ്ലൻ ഗുഡ്സ് എന്ന് പറയുന്നത്. അതിനും ഡിമാൻഡ് കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഫ്യൂച്ചർ പ്രൈസ് എക്സ്പെക്ടേഷൻ. ഭാവിയിൽ പ്രൈസ് വീണ്ടും കൂടിയേക്കുക എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ പ്രൈസ് കൂടി നിൽക്കുമ്പോഴും വീണ്ടും പ്രൊഡക്റ്റ് വാങ്ങുന്നതിനെയാണ് ഫ്യൂച്ചർ പ്രൈസ് എക്സ്പെക്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എമർജൻസീസ്. എമർജൻസീസിൽ നെസസിറ്റി ആയിട്ടുള്ള ഗുഡ്സ് എല്ലാം പ്രൈസ് കൂടുതലാണെങ്കിലും പർച്ചേസ് ചെയ്യും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡിമാൻഡിനെ പറ്റിയിട്ടാണ്. കുറച്ച് ടൈപ്സ് ഡിമാൻഡ് ഉണ്ട്. അതിലൊന്നാമത്തത് ഡയറക്റ്റ് ഡിമാൻഡ്, രണ്ടാമത്തത് ഡിറൈവ്ഡ് ഡിമാൻഡ്, മൂന്നാമത്തത് പ്രൈസ് ഡിമാൻഡ്, നാലാമത്തത് ഇൻകം ഡിമാൻഡ്, അഞ്ചാമത്തത് ക്രോസ് ഡിമാൻഡ്. ഇതിൽ ഡയറക്റ്റ് ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാധനം നമ്മൾ ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിമാൻഡിനെയാണ് ഡയറക്റ്റ് ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ബ്രെഡ് വാങ്ങുന്നു, അത് ഡയറക്റ്റ് ഡിമാൻഡാണ്. കാരണം ബ്രെഡ് എന്ന് പറയുന്നത് ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഡിമാൻഡ് ചെയ്യുന്നത്. എന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു പൊടിയാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആ പൊടി വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ. അതിനെ നമ്മൾ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡാണ്. ആ സാധനം വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ പിന്നെ അത് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഡിമാൻഡാണ് ഡിറൈവ്ഡ് ഡിമാൻഡ്. ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ഫൈനൽ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡാണ് ഡയറക്റ്റ് ഡിമാൻഡ്. പിന്നെ പ്രൈസ് ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാധനത്തിന്റെ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പ്രൈസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് മാർക്കറ്റ് പ്രൈസസിൽ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിനാണ് പ്രൈസ് ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻകം ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻകത്തിൽ എത്ര സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് വാങ്ങി എന്നുള്ളതാണ് ഇൻകം ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡും ഇൻകം ആണ് ഇൻകം ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ രണ്ട് ടൈപ്പ് ഗുഡ്സ് ഉണ്ട്. നോർമൽ ഗുഡ്സിനാണെങ്കിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഇൻകം ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ. ഇൻകം കൂടുമ്പോൾ നമ്മൾ സാധനം കൂടുതൽ വാങ്ങിക്കും, ഇൻകം കുറയുമ്പോൾ നമ്മൾ സാധനം കുറവ് വാങ്ങിക്കും. എന്നാൽ ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിലാണെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇൻകം കൂടുമ്പോൾ നമ്മൾ കുറച്ചേ വാങ്ങൂ, ഇൻകം കുറയുമ്പോൾ നമ്മൾ കൂടുതൽ വാങ്ങും. ഇനി ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെയും കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെയും പ്രൈസസ് തമ്മിൽ ഉള്ള ഒരു ഡിമാൻഡിനെയാണ് ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സാധനം വാങ്ങുന്നതിനും അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും റിലേറ്റഡ് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. രണ്ട് ടൈപ്പ് റിലേറ്റഡ് ഗുഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ടും പിന്നെ കോംപ്ലിമെന്റ്സും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് പകരം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരെണ്ണത്തിന്റെ വില കൂടുമ്പോൾ മറ്റേതിന്റെ ഡിമാൻഡ് കൂടും, ഒരെണ്ണത്തിന്റെ വില കുറയുമ്പോൾ മറ്റേതിന്റെ ഡിമാൻഡ് കുറയും. അങ്ങനെയാണ് ഉണ്ടാവുക. എന്നാൽ കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒരുമിച്ച് യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പോൾ
രണ്ടും അറ്റ് എ ടൈമിൽ ഡിമാൻഡ് ഉണ്ടാവും. ഒരെണ്ണത്തിന് ഡിമാൻഡ് കൂടിയാൽ മറ്റേതിനും ഡിമാൻഡ് കൂടും. ഒരെണ്ണത്തിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ മറ്റേതിന്റെ ഡിമാൻഡ് ഡിക്രീസ് ആവും. ഇനി നമുക്ക് ഡിമാൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നോക്കാം. ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡും ചേഞ്ച് ഇൻ ഡിമാൻഡും. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിയിട്ട് പ്രൈസ് എങ്ങനെയാണ് അതിന്റെ ഡിമാൻഡിനെ ചേഞ്ച് വരുത്തുന്നത്, അതാണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള ഫാക്ടേഴ്സ്, പ്രൈസ് അല്ലാതെ ബാക്കിയുള്ള ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതാണ് ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസ് റിലേറ്റഡ് ആണ്. അതിൽ രണ്ട് ടൈപ്പ് ചേഞ്ച് ആണുള്ളത്, എക്സ്പാൻഷനും കോൺട്രാക്ഷനും. അതാണ് ഈ കർവിൽ കാട്ടിയിട്ടുള്ളത്. മുകളിലേക്കുള്ളത് കോൺട്രാക്ഷൻ, അതായത് പ്രൈസ് കൂടുന്തോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു വരുന്നതിനെയാണ് കോൺട്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താഴേക്കുള്ളത് എക്സ്പാൻഷൻ, അതായത് പ്രൈസ് കുറയും തോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി വരുന്നതിനെയാണ് എക്സ്പാൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസ് അല്ലാതെ ബാക്കി ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കൊണ്ട് എങ്ങനെയാണ് ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടാവുക എന്നതാണ്. അത് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് റൈറ്റ് വേർഡ് ഷിഫ്റ്റും രണ്ടാമത്തത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റും. അതായത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് പ്രൈസ് വെച്ചിട്ടുണ്ടാകുന്ന ചേഞ്ചസ് സെയിം ഡിമാൻഡ് കർവിൽ മുകളിലേക്കും താഴേക്കുള്ള മൂവ്മെന്റ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ പ്രൈസ് അല്ലാതെ ബാക്കി അതർ ഫാക്ടേഴ്സ്, ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അതർ ഫാക്ടേഴ്സ് മൂലം ഉണ്ടാകുന്ന ചേഞ്ച് കാണിക്കുന്നത് ഒറിജിനൽ ഡിമാൻഡ് കർവിന്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേറൊരു ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഇൻകം കൂടി, അപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാണ്. റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച് വഴി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് ഉണ്ടാവുക. ഒരാളുടെ ഇൻകം കുറയുക അല്ലെങ്കിൽ റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച് മൂലം ഡിമാൻഡ് കുറയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് കാണിക്കുക. അപ്പോൾ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് കാണിക്കും, ഡിമാൻഡ് കൂടുകയാണെങ്കിൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് കാണിക്കും. ഇത് പ്രൈസ് അല്ലാതെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബാക്കി ഫാക്ടേഴ്സ് മൂലം ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് ഈ ഷിഫ്റ്റ് കൊണ്ട് കാണിക്കുന്നത്. എന്നാൽ സെയിം ഡിമാൻഡ് കർവിൽ തന്നെ മുകളിലേക്കും താഴേക്കുള്ള മൂവ്മെന്റ് എന്താണ്, പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം ഉണ്ടാകുന്നതാണ്. അത് കോൺട്രാക്ഷൻ. ഡിമാൻഡ് കുറയുന്നത് കോൺട്രാക്ഷനും ഡിമാൻഡ് കൂടുന്നത് എക്സ്പാൻഷനുമാണ്. പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ഡിമാൻഡിനെ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്നും, പ്രൈസ് അല്ലാതെ ബാക്കി തിങ്സ് മൂലം ഉണ്ടാകുന്ന ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിമാൻഡ് കർവിന്റെ ഷിഫ്റ്റും മൂവ്മെന്റും ഒന്നും കൂടി നോക്കാം. A change in quantity demanded refers to a movement along the demand curve from one price quantity combinations to another. A change in quantity demanded means increase or decrease in quantity demanded. Increase in the quantity demanded due to fall in price, decrease in the quantity demanded due to rise in price. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിമാൻഡ് കർവിന്റെ മുകളിലേക്കും താഴേക്കുള്ള മൂവ്മെന്റ്സ് വഴി ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് കാണിക്കുന്നത്, അതിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം. അത് രണ്ട് ടൈപ്പാണ്, കോൺട്രാക്ഷനും എക്സ്പാൻഷനും. കോൺട്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നതിനെയാണ് കോൺട്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പാൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നതിനെയാണ് എക്സ്പാൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് എന്നത് പ്രൈസ് അല്ലാതെ ബാക്കി ഏതൊക്കെ ഫാക്ടേഴ്സ് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, നമ്മൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന. പ്രൈസ് അല്ലാതെ ബാക്കി ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് ഷിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പുതിയൊരു ഡിമാൻഡ് കർവ് ഫ്രണ്ടിലേക്കോ അല്ലെങ്കിൽ ബാക്കിലേക്കോ വരച്ചുകൊണ്ടാണ് ആ ഷിഫ്റ്റ് കാണിക്കുക. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ്, ഫ്രണ്ടിലേക്കുള്ള ഷിഫ്റ്റ് ആയിരിക്കും. ഡിമാൻഡ് കുറയുകയാണെങ്കിൽ ബാക്കിലേക്കുള്ള ഷിഫ്റ്റ് ആയിരിക്കും, അതായത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ മെയിനായിട്ട് ഡിമാൻഡ് അനാലിസിസിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഡിമാൻഡ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിമാൻഡ് എന്താണ്, ഡിമാൻഡ് കർവ് എന്താണ്, ഡിമാൻഡ് ഷെഡ്യൂൾ എന്താണ്, അതുപോലെ തന്നെ ഡിമാൻഡ് ഫംഗ്ഷൻ, ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, അതുപോലെ തന്നെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താണ്, ചേഞ്ച് ഇൻ ഡിമാൻഡ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഇത് സ്പീഡായെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സ്ലോ ആയിട്ടിട്ട് കേട്ടാൽ മതി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാലൻസ് പോർഷനായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഡിമാൻഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്ത്, ഇനി നമ്മൾ സപ്ലൈനെ കുറിച്ചും അതുപോലെ തന്നെ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തെ കുറിച്ചും പിന്നെ നമ്മൾ
ഈ ഡിമാൻഡ് അനാലിസിസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അതിനെയൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അതിനെയൊക്കെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷമാണ് നമ്മൾ യൂട്ടിലിറ്റി ഫംഗ്ഷനെ പറ്റി ഡിസ്കസ് ചെയ്യുക, അതായത് കൺസ്യൂമർ ബിഹേവിയർ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്